കുഞ്ചൂസ് വ്ലോഗ് വാച്ചിങ് SS കുഞ്ചൂസ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് കല്ലേപ്പള്ളി വീട്ടിലാണ്. എൻ്റെ പാലക്കാടിലെ ഒരു സ്വന്തമായിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന നല്ലൊരു വ്യൂ ആണ് ഗൈസ്. ഇവിടെ ഇതാ എൻ്റെ അമ്മ. അമ്മേ അമ്മ ഒരു ഹായ് കാണിക്കൂ. ഭയങ്കര തിരക്കിലാണ് അവർ. ഗൈസ് എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഡ്രസ്സൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ കൈ വെച്ചിട്ടല്ല എടുക്കുന്നത്. എൻ്റെ സെൽഫി സ്റ്റാൻഡ് വെച്ചിട്ടാണ്. അതുകൊണ്ട് 2 വർഷമായിട്ട് ഞാൻ ഈ സെൽഫി സ്റ്റാൻഡ് യൂസ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഹാങ് ആവുന്നത്. ഞാനൊന്ന് റെഡി ആക്കട്ടെ ഗൈസ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവും ഗൈസ്, ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. അവിടെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇത്ര മതി ഗൈസ്. ഇതാണ് ഇപ്പോഴത്തെ കറക്റ്റ് അളവ്. സോ ഗൈസ്, അപ്പോൾ ഞാൻ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് എൻ്റെ സെറ്റിയാണ്. സോ ഞാൻ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ കാണിക്കാം. അപ്പോൾ ഈ സെറ്റിയാണ്. ഇതൊക്കെ എൻ്റെ പണ്ടത്തെയാണ് കേട്ടോ. എൻ്റെ ബർത്ത്ഡേ ടൈമിലൊക്കെ ആണെങ്കിൽ ഞാൻ ഇവിടെയാണ് എല്ലാം തൂക്കിയിടുകയൊക്കെ ചെയ്യുക. എല്ലാം തൂക്കിയിടുക ഇവിടെ കേട്ടോ. ഇപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ ഒന്ന് റെഡിയാക്കിയതാണ് ഗൈസ്. അപ്പോൾ ഇത് ഷെൽഫ് മാതിരിയാണ്. ഇവിടെ ഇതിൻ്റെ ഒരു കുങ്കുമച്ചെപ്പാണ് ഗൈസ്. രാജരാജേശ്വരി കുടുംബമൊന്നും അല്ലാണ്ട്. അപ്പോൾ ഇതൊരു ഇൻവേർട്ടർ സെറ്റിൻ്റെ അവസാനമായിട്ട് എനിക്ക് പോകാൻ പേടിയായതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതെൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ്. ഇതും അങ്ങനെ. അപ്പോൾ ഗൈസ്, ഈ സാധനം നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഈ അനാക്കോണ്ടൻ്റെ മൂവിയിലും പിന്നെ ജുമാൻജീൻ്റെ മൂവിയിലും ഒക്കെ ടൈമർ ഉണ്ടാവും, സാൻഡ് ടൈമർ. അതാണ് ഇത്. ഈ ഇങ്ങനെ വീഴുണ്ടോ ഗൈസ്, ഇത് ഉണ്ടോ? ആ സാൻഡ് ഇങ്ങനെ വീഴും. ഇവിടെ ഒരു TV ഒക്കെ ഉണ്ടായിരുന്നു. ആ TV ആണ് ഇപ്പോൾ എറണാകുളത്ത് വീട്ടിലുള്ളത്. ഇവിടെ ഒരു ഗണപതി നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ട്. ആ സാധനങ്ങൾ ഇപ്പോഴും അയച്ചിട്ടില്ല. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ അമ്മയുടെ ട്രോഫീസ് ഏറ്റവും മേലുള്ള കേട്ടോ. അതായത് എൻ്റെ അമ്മയുടെ ട്രോഫീസാണ്. ഒന്നും എൻ്റെ ഇല്ല ഇവിടെ, എൻ്റെ അമ്മയുടെ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഞങ്ങളൊരു പൂജാമുറിയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഹോം ടൂറായിട്ട് കാണിക്കുകയാണ് പെട്ടെന്ന്. സോ ഇതാണ് എൻ്റെ പൂജാമുറി. അപ്പം ഞാൻ പാലക്കാടിലേക്ക് ഒറ്റ ദിവസത്തേക്ക് വന്നിരിക്കുകയാണ്. നേരെ ഇത് കഴിഞ്ഞിട്ട് നേരെ എൻ്റെ അച്ഛ വീട്ടിലാണ് പോകാൻ പോകുന്നത്. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ എൻ്റെ കിച്ചണാണ്. ഇതൊന്നും എൻ്റെ കിച്ചൺ. അപ്പം ഇത് തുറന്നു കഴിഞ്ഞാൽ വർക്ക് ഡോർ മാതിരിയായിരുന്നു. അപ്പുറത്ത് വാഷിംഗ് മെഷീൻ, ആ സാധനങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ വെച്ചത്. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു, അവിടെ കുറേ ക്യാബിനറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല വൃത്തി ഉണ്ടായിരുന്നു, ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ പ്യൂമേൻ്റെ ആ ബോട്ടിൽ കണ്ടോ? ആ ബോട്ടിൽ ഞാൻ കുഞ്ഞുനാളിൽ സ്കൂളിലൊക്കെ അമൃത വിദ്യാലയം സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ആ സ്കൂളിൽ കൊണ്ടുപോയ ഒരു ബോട്ടിലായിരുന്നു. അപ്പോൾ ഈ ടോപ്പറിൽ എൻ്റെ അമ്മ വരച്ച ഈ ഒരു സാധനം, പിന്നെ 2-3 ഗ്ലാസ് ഉണ്ട്, പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. സെൽഫി സ്റ്റാൻഡ് ഞാൻ ഇന്ന് കണ്ടപ്പോൾ ഒരു വ്ളോഗ് എടുക്കാം, ഒരു ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട് എടുത്താണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇതാണ് ഗൈസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ പോവുകയാണെങ്കിൽ എൻ്റെ കുറേ സ്മൈലി പില്ലോസ്, ടീക്കുട്ടീനെയൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്മൈലി പില്ലോസ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇത് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള സുജയ് തന്നാണ്. എൻ്റെ ഫ്രണ്ടായിരുന്നു കളിച്ചപ്പോൾ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ അവൻ. അപ്പോൾ അവൻ എൻ്റെ ബർത്ത്ഡേക്ക്, കുഞ്ഞുനാളുടെ ബർത്ത്ഡേക്ക് തന്നൊരു ഗിഫ്റ്റാണ് ഗൈസ് ഈ ബാഗ്. ഇത് കണ്ണടയ്ക്കുന്ന ഒരു ബാഗ് ഞാൻ വിളിക്കുക, കാരണം ഇപ്പം കണ്ണ് തുറന്നില്ലേ, ഇപ്പം കണ്ണടഞ്ഞു ഗൈസ്. അപ്പം ഇത് കുഞ്ഞുനാളിലൊരു ബെൽറ്റായിരുന്നു. ഇതിൻ്റെ മേളിലും ഉണ്ട് കേട്ടോ ഗൈസ് ക്യാബിനറ്റ്സ്. പിന്നെ ഒരു ചെറിയ ഫാൻ ഉണ്ട്. പിന്നെ കുറേ ഗണപതിൻ്റെയാണ് ഉള്ളത് പിന്നെ ഉള്ളത്. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് എന്തോ ഗുമസ്തമേശ എന്തോ ആണ് എൻ്റെ അച്ഛൻ വിളിക്കുക ഇതിനെ. പിന്നെ ഇത് എൻ്റെ ഒരു നല്ല ചെയറാണ്. ഇത് എൻ്റെ റൂമാണിത് മൊത്തത്തിൽ പറഞ്ഞാൽ. ഇത് ഫുൾ എൻ്റെ റൂമായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മേക്കപ്പ് റൂം. ഇതായിരുന്നു എൻ്റെ മേക്കപ്പ് റൂം. സോ ഇവിടെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് മേക്കപ്പ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ മേക്കപ്പ് റൂം.
മതി. ഡാൻസൊക്കെ നമുക്ക് നിർത്തിയേക്കാം അല്ലേ? അതെ. അപ്പോൾ ഇതിന്ന് നേരെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തെ ബാക്കിയാണ് കാണാൻ പറ്റും. അപ്പോൾ ഇത് അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങൾ കാണിക്കുന്നില്ല. പിന്നെ മഴയായതുകൊണ്ട് എനിക്ക് പുറത്തും പോകാൻ പറ്റില്ല. ചെറുതായിട്ടൊക്കെ നിങ്ങൾ കാണിച്ച് തരാൻ ശ്രമിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഏറ്റവും പ്രത്യേകത ഈ ഒരു ഐറ്റമാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇതാണ് നമ്മൾ കാണുക. ഇതാ ഈ സാധനം. ഇതൊരു ഹ്യൂമോങ്കസ് സാധനമാണ്. ഹ്യൂമോങ്കസ്. അച്ഛൻ ഒരു ഹായ് കാണിക്ക്. അച്ഛൻ്റെ കാല് കെട്ടി ഗൈസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കിന്ന് മേളിൽ കാണിക്കാം. അപ്പോൾ ഇത് ഞങ്ങളുടെ കാർ പോർച്ചിൻ്റെ അവിടേക്കായിരിക്കും കാണിക്കുക. എൻ്റെ തൊണ്ടയടിച്ചു. അപ്പോൾ ഗൈസ് ഒരു നല്ല കൃഷ്ണൻ്റെയും രുക്മിണീൻ്റെ ആണോ രാധേൻ്റെ ആണോ എനിക്കറിയില്ല. പക്ഷെ കൃഷ്ണൻ്റെ രുക്മിണീൻ്റെ രാധേൻ്റെ ആരുടെയോ ആണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ പോകാം. ഇത്തിരി ഒന്ന് വളയ്ക്കട്ടെ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നേരെ പോയി ഗൈസ്. ഇത് എൻ്റെ സ്റ്റഡി റൂമായിട്ടായിരുന്നു ഞാൻ പറയുകയാണെങ്കിൽ. ഇതെൻ്റെ സ്റ്റഡി റൂമാണ് കേട്ടോ. ഓക്കെ ഗൈസ്, ഇതാണ് എൻ്റെ സ്റ്റഡി റൂം. സോ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ ഒരു ആൻറ്റിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഗൈസ് നിങ്ങൾക്കിത് അറിയില്ലെങ്കിൽ ഇതെൻ്റെ 4ാം ക്ലാസ്സിൽ ഒന്നുമല്ല. ഇത് 1 തൊട്ട് 3 വരെയെങ്കിലും ഞാൻ ഉപയോഗിച്ച ബാഗായിരിക്കും. എനിക്കറിയില്ല അത്, പക്ഷെ നല്ല പൊടിയുണ്ട് ഗൈസ്. എൻ്റെ ഫേവറേറ്റ് ബാഗായിരുന്നു. എനിക്ക് കുഞ്ഞുനാളിൽ തൊട്ടേ സ്പൈഡർമാനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ എന്തോന്ന് തുറക്കട്ടെ. ഇതിൻ്റെ അത് എന്തൊക്കെ. ഓ ഒരു ബുക്കിനെ കിട്ടി. എനിക്ക് ഒരു ബുക്കുണ്ട്. ഞാൻ വെച്ച് നോക്കട്ടെ. ബുക്ക് കാലി ബുക്കാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ കുട്ടി ആയതുകൊണ്ട്, ഞാൻ കുഞ്ഞുനാളിലായതുകൊണ്ട് ഞാനിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കളിക്കാറുള്ളത് കൊണ്ടും പറയുകയാണ് ഗൈസ്. എനിക്കിങ്ങനത്തെ കാര്യങ്ങളൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഗൈസ് ഒന്നും തോന്നരുത്, എൻ്റെ കൈ വളഞ്ഞു പോകുന്നതാണ് ഒന്നാമത്തെ കാര്യം. ഗൈസ് എൻ്റെ ബുക്ക് ഗൈസ്. ഓ മൈ ഗോഡ്. ഓ ഗൈസ്. ഓ മൈ ഗോഡ്. OMG ഗൈസ്, ഇത് ഡോൾ ഹൗസിൻ്റെ, എനിക്കെൻ്റെ ഇളയച്ചൻ മേടിച്ചു തന്നത് ഗൈസ്. ഈ ഡോൾ ഹൗസിൻ്റെ ടോയ് ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം എൻ്റെ കയ്യിൽ എവിടെയോ ഉണ്ട്. എനിക്ക് അറിയില്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയണേ. ഈ സാധനം എൻ്റെ കയ്യിൽ ഉണ്ട് ഗൈസ്. എനിക്കിത് ഇപ്പോൾ ആവശ്യമുള്ളൂ. ഞാൻ കുഞ്ഞുനാളിൽ എനിക്ക് മേടിച്ചു തന്നാണ്. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളായിരുന്നു ഗൈസ്. അയ്യോടാ, ഞാനൊന്ന് പെയിൻ്റ് അടിച്ചില്ല, പെയിൻ്റ് അടിക്കാൻ മറന്നുപോയോ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചതാണ് ഗൈസ്. ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ. അപ്പം എനിക്ക് ഏറ്റവും സംശയം എൻ്റെ മെയിൻ സ്പോട്ടാണ്. അതെ ഗൈസ്, ആ സ്ഥലം കണ്ടത് അവിടെ ഒരു പിയാനോ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ എൻ്റെ ടെഡി ബെയറും ഉണ്ട്. എൻ്റെ ടെഡി ബെയർസും ഉണ്ട് അവിടെ. ദാ ഗൈസ്, എൻ്റെ കളിപ്പാട്ടങ്ങളുടെ കളക്ഷൻ അവിടെയാണ്. എൻ്റെ ടെഡി ബെയർ കളക്ഷനും അവിടെയാണ് ഗൈസ്. ഇനി സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. തുറക്കാൻ പറ്റും, ഞാൻ ട്രൈ ചെയ്യട്ടെ. ഓ തുറക്കാൻ പറ്റില്ല ഗൈസ്. സോറി ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വേറെ കണ്ടുമില്ലേ, നിങ്ങൾ കുഴപ്പമില്ല, ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. 3, 2, 1 എല്ലാവരും കണ്ണടച്ചോളൂ ഗൈസ്. നിങ്ങൾ വിഷു ആണെന്ന് വിചാരിച്ച് കണി കാണുകയാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. യെസ് ഗൈസ്, നിങ്ങളെല്ലാവരും കണ്ണ് തുറന്നോളൂ. കണിയൊക്കെയാണ്. ഇത് രുക്മിണി ദേവിയിലെ ഒരു സ്റ്റാച്യു ആണ്. ഇപ്പം ഇത് എനിക്ക് ഗൃഹപ്രവേശനത്തിന് ആരോ ഗിഫ്റ്റ് തന്നാണ്. ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ആരോ ആയിരുന്നു, എനിക്ക് സത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ ഗൈസ്. അപ്പം ഇത് ഞങ്ങൾ വോളിൻ്റെ ഡെക്കോറാണ് ഈ ഒരു കളറുള്ളത്. പിന്നെ അവിടെ ഒരു കുഞ്ഞ് ജനാല മാതിരി ഉണ്ട്. പിന്നെ നമ്മൾ ഇത് ബാൽക്കണീൻ്റെ സ്ഥലമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 3 ഇതുണ്ട്, 3 ഫോട്ടോ ഫ്രെയിംസ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റും ഒരു കൃഷ്ണനും ഗൈസ് ആരോ വന്നിരിക്കണം. ഒരു കൃഷ്ണനും രുക്മിണി ഉണ്ട്. ആരാണ് നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, ആരാണത്? ഗൈസ് ആരാണ്? ഓക്കെ ഗൈസ്, എൻ്റെ അച്ഛൻ പറഞ്ഞു മോട്ടർ ഇടാൻ. അപ്പം നമുക്ക് മോട്ടർ ഇട്ടിട്ട് വരാം. ഗൈസിൻ്റെ മോട്ടറിൻ്റെ സ്വിച്ച് ചെയ്തല്ലേ, ഇതല്ലേ? ഓണായി.
ഇനി ഇവിടുന്ന് തന്നെ സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പം നമ്മൾ എവിടെ പോയിട്ടായിരുന്നു കേസ് പറഞ്ഞത്? മേളിലല്ലേ. ഇനി ഒന്നും കൂടെ മേളിൽ അറിയില്ല അമ്മേ, കേസമ്മ അതാണ് കേസിൻ്റെ അമ്മ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എൻ്റെ അമ്മ അവിടെ എന്ത് ചെയ്യാൻ പോകണം നമുക്ക് പോയിട്ട് പെട്ടെന്ന് പോയി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ റൂം. ഞാനിപ്പോൾ അതിൻ്റെ കാര്യം ഞാനിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പറയാം കേട്ടോ ഗൈസ്. വാവ് AC ഇട്ടിരിക്കുന്നു ഗൈസ്. ഇതായിരുന്നു ഞങ്ങൾ 3 പേരും കിടക്കുന്ന റൂം ഗൈസ്. പിന്നെ ഇവിടെ ഉണ്ട് ഒരു ബാൽക്കണി സൈഡ്. സോ ഇതാണ് പുറത്തുള്ളത്. എന്തോ ഗൈസ് തുറക്കാൻ പറ്റില്ല. ഇത് എൻ്റെ സാധനങ്ങളൊക്കെ. സോ ഇതാണ് എൻ്റെ റൂം. അത്രയേ ഉള്ളൂ പറയാൻ കേട്ടോ. പിന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് കൃഷ്ണൻ്റെ രുക്മിണീൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. പിന്നെ എൻ്റെ താഴോട്ടൊരു കൃഷ്ണനും ഉണ്ട്. മഞ്ചാടി മാത്രമല്ല ഈ ഒരു തൂക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അത് നമ്മളെ ഉണ്ടാവും. അപ്പം ഗൈസ് നിങ്ങൾക്കിത് കാണുകയാണെങ്കിൽ ഇത് ഞാൻ ഇവിടെ സാധാരണ വരാറില്ല. ഞാനിവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ആര് വന്നാലും ഞാൻ ഫസ്റ്റ് പറയാറുള്ള മിണ്ടാണ്ടിരിക്കും എന്നാണ് ഈ ഏരിയയിൽ വരുമ്പോൾ. കാരണം ഇവിടെ 3 ഇങ്ങനത്തെ ഒരു സാധനം സ്റ്റെപ്പാണ്. പക്ഷെ ഏറ്റവും മുകളിൽ ആരാണ് ഇരിക്കുന്നതെന്ന് ബുദ്ധൻ മെഡിറ്റേറ്റ് ചെയ്യണ മാതിരി ഒരു മരത്തിൻ്റെ താഴെ ഇരിക്കണ മാതിരി. അത് വാൾപേപ്പർ ഉണ്ട് മരം. അപ്പം അതിൻ്റെ താഴെ ഇരിക്കണ മാതിരി. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് പറയും മിണ്ടാണ്ടിരിക്കുക, സൈലൻസ്. ഇതൊരു സൈലൻറ്റ് ഏരിയയാണ്. ഞാൻ മാത്രമേ നല്ല ഇങ്ങനെയൊക്കെ സൗണ്ട് ഉണ്ടാക്കുള്ളൂ. പിന്നെ ഇതൊരു പെൻഗ്വിൻ കൊച്ചും. പിന്നെ ഇതൊക്കെ ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്താൽ കിട്ടും ഗൈസ്. നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഇത് സെക്കൻഡ് സ്റ്റെപ്പ്. ഇത് തേർഡ് സ്റ്റെപ്പിലാണ് ഈ ഒരു ചെടി. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആട്ടോ ഗൈസ്. ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ്. ഇത് റോസാപ്പൂവിൻ്റെ ചെടി. ഇത് ഒരു സ്റ്റെപ്പാണ്, അങ്ങനത്തെയാണ്. പിന്നെ നമുക്ക് താഴെ പോവാം. ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. നല്ല തണുപ്പുണ്ട് ഗൈസ്. എനിക്ക് സത്യമായിട്ട് ഇപ്പോൾ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് ഈ വീട്. എറണാകുളത്തേക്ക് ഞാൻ സെറ്റിൽ ആയപ്പോഴേക്കും ഇപ്പം നല്ല മിസ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ വീട്. AC ഒക്കെ ഇട്ടപ്പോഴേക്കും ഭയങ്കര മിസ്സിങ് ആണ് ഈ വീട്. അപ്പം ഞാൻ ഓക്കെ ഗൈസ്, എൻ്റെ അച്ഛൻ്റെ കാറ് അവിടെ അച്ഛൻ എടുക്കും അതൊക്കെ ചെയ്യാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്തതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതാണ് എൻ്റെ ഡൈനിങ് റൂം ഗൈസ്. സോ അത് കഴിഞ്ഞിട്ട് ഇതെൻ്റെ ബാൽക്കണി തന്നെയാണ്. ബാൽക്കണി അല്ല കേട്ടോ ഗൈസ്. അത് പിന്നെ ഇതൊരു നല്ലൊരു ഫോട്ടോ ഉണ്ട്. എല്ലാവരും ഒരു ഫോട്ടോ വെക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. എല്ലാവരും ചേച്ചിയുടെ മോട്ടർ എന്നും ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓട്ടി വിടും. പിന്നെ ഒന്ന് ഓഫ് ചെയ്യും, പിന്നെയും ഓൺ ചെയ്യും. അങ്ങനത്തെയാണ്. പിന്നെ ഇതൊക്കെ എന്തു സാധനമാണ്. പക്ഷെ നന്നായിട്ട് കാണാൻ നല്ല മീൻകറിയൊക്കെ വെക്കാൻ നന്നായിരിക്കും ഗൈസ്. അപ്പം നമുക്ക് മെല്ലെ ഒന്ന് പോവാൻ പറ്റുമോ എനിക്കറിയില്ല. ഞാനൊന്ന് അച്ഛേ പോവാൻ പറ്റുമോ പുറത്തേക്ക്? ഇതാ അവിടെയൊക്കെ കാണിച്ചു കൊടുക്കാൻ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം മഴയാണ്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അപ്പനടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഒറ്റ ദിവസത്തേക്ക് പാലക്കാടിൽ നിൽക്കുകയാണ് ഗൈസ്. ഞാൻ കുറച്ച് വർഷമായി, 1 വർഷമായോ 2 വർഷമോ രണ്ട് വർഷമോ ആയിട്ടുണ്ടാവും ഞാൻ ഈ കാര്യം ചെയ്തിട്ട്. വെള്ളം നനയ്ക്കുക ചെടിക്ക്. കാരണം ഞാൻ 2 വർഷമായിട്ടും ഞാൻ എവിടെയായിരുന്നു? അത് ഞാൻ കല്ലേപ്പുള്ളിയിലല്ലായിരുന്നു, ഞാൻ എറണാകുളത്തായിരുന്നു. അപ്പം ഞാൻ ഇവിടെ ചെടിക്കൊന്നും വെള്ളം നനയ്ക്കില്ല. എന്ത് നല്ല പൂത്തിരുന്ന ചെടിയാണ്. എനിക്കറിയില്ല ഇതെങ്ങനെ വെള്ളം നനഞ്ഞതെന്ന് അറിയില്ല. എനിക്ക് എങ്ങനെയാണ് ഇത് വളരുന്നതെന്ന് അറിയില്ല. കുറേയൊക്കെ ചെടി ഞങ്ങൾ വെള്ളം നനയാണ്ട് വളരുന്നതാ. ഇതൊക്കെ കണ്ടോ, ഇത് വെള്ളം നനയാണ്ട് വളരുന്നതാണ്. അതും വെള്ളം നനയാണ്ട് തന്നെയാണ് വളരുന്നത്. വെള്ളം നനയും, എങ്ങനെയെങ്കിലുമൊക്കെ വെള്ളം നനയും. അവിടെ കുറേ ചെടികളൊക്കെ നനഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ആ ഷീറ്റിട്ട് പുഴു വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. 2 ഓരോത് എനിക്കറിയില്ല. സോ ഫസ്റ്റ് എനിക്ക് പേടിയുള്ള സാധനം അതാണ്. എനിക്ക് അടുത്തുപോലും പോകാൻ പേടിയില്ല. കാരണം 8 കാലിന് എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെയാണ് ഈ സൈഡിലാണ് നമ്മളുടെ
പൂജാമുറി വരുന്നത്. അവിടെ നല്ലൊരു പൂവൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങൾ കാണാൻ പറ്റുമോ? കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ആ പൂ അവിടെ നല്ല പൂവൊക്കെ ഉണ്ട്. അവിടെ മോട്ടർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മോട്ടറൊക്കെ ഓഫ് ചെയ്തു ഞാനിപ്പോൾ. ഇതുണ്ട്. ഇത് എന്തത്? ഇത് മാംഗോസ്റ്റീൻ അല്ലേ ഗൈസ്? ഞാൻ ഒരു ദിവസം മാംഗോസ്റ്റീൻ്റെ ഇത് കുഴിച്ചിട്ടു. അതാണോ ഇതെന്ന് എനിക്ക് അറിയില്ല. ഏത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. ഇത് മാംഗോസ്റ്റീൻ്റെ ആണ് കേട്ടോ. അല്ലേ, എനിക്ക് അറിയില്ല. മണത്ത് നോക്കിയാലൊക്കെ മനസ്സിലാവുള്ളൂ ഇങ്ങനെയാണെങ്കിൽ. സോ ഇനി നമുക്ക് ഈ സൈഡിൽ കൂടെ പോയി ഇവിടെ ഒരു ഒറ്റ ചാട്ട 3, 2, 1 യെസ് ഗൈസ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർക്ക് ഏരിയ എന്ന്. ഇപ്പം ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് വർക്ക് ഏരിയ കേട്ടോ ഗൈസ്. ഇതായിരുന്നു. സോ ഇവിടെ ഒരു ഇത് എന്തോ ഉണ്ടായിരുന്നു. സോ ഇവിടെയൊക്കെ ഞാൻ ഓടിക്കളിക്കുമായിരുന്നു പണ്ട്. കുഞ്ഞുനാളിൽ ഞാൻ ഇവിടെയൊക്കെ ഓടിക്കളിക്കുമായിരുന്നു. പിന്നെ ഇവിടെ ഒരു സോളാർ ലൈറ്റ്നിങ് മാതിരി ഒരു സാധനമുണ്ട്. അപ്പോൾ അടുത്ത് പോയി രാത്രിയൊക്കെ അത് ലൈറ്റ് ചെയ്തുള്ളൂ. രാവിലെ ആണെങ്കിൽ കാണാൻ പറ്റില്ല ലൈറ്റ് എങ്കിൽ തന്നെ. സോ അടുത്തായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അതാണ്. ഈ ചെടി ഒരു വലിയ ഓർമ്മ തന്നെയാണ് എനിക്ക്. ഇത് കണ്ടോ, ഈ അവിടെ ഒരു ചെടി കണ്ടോ? ആ ചെടീൻ്റെ പേര് അനാക്കോണ്ട പൂന്നാണ്. അനാക്കോണ്ട ചെടീന്നാണ് അതിൻ്റെ സത്യമായിട്ട്. എൻ്റെ പേര് അനാക്കോണ്ട എന്നാണ് ആ ചെടീൻ്റെ പേര്. ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. അത് കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ് നിങ്ങൾക്ക്? ഇതാ ഇടയിൽ കണ്ട ആ ചെടീൻ്റെ പേര് അനാക്കോണ്ടയാണ്. കാരണം ഈ ചെടി വെച്ചിട്ടൊരു എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഡൈനിങ് റൂം ഇതിൻ്റെ അപ്പുറത്തേക്കായിരിക്കും. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഹ്യൂമോങ്കസ് സാധനങ്ങളൊക്കെ ഉണ്ടെന്ന്. ഹ്യൂമോങ്കസ് സാധനം ഉണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ഡൈനിങ് റൂം ആയിരിക്കും. അപ്പോൾ ഞാൻ ഇത് രണ്ടെണ്ണം രാവിലെ എണീറ്റ് തുറന്നിട്ട് അപ്പുറത്തിരുന്ന് ചായ കുടിക്കുകയായിരിക്കും ഡൈനിങ് റൂമിൽ. അപ്പം ഞാൻ ഇവിടെ എന്തോ അനക്കം കണ്ടു. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ അവിടെ പാമ്പ് ഇങ്ങനെ കിടക്കുന്നു, ഇങ്ങനെ മർമെയ്ഡിൻ്റെ മതി. അപ്പം ഞാൻ പേടിച്ച് അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞാൽ അവരെന്തൊക്കെയോ ചെയ്തു ഗൈസ്. അപ്പോൾ അടുത്തായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഡേഞ്ചറസ് പ്ലേസിലേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. സോ എല്ലാവരും ഒരു സ്നാക്സും ഒരു ഡ്രിങ്കും കുടിച്ചുകൊണ്ടിരിക്കുക ഗൈസ്. അത്ര ഉണ്ട് കാണിക്കാൻ. ഇത് കണ്ടോളൂ ഗൈസ്. കണ്ടോ? ഇതൊരു സാധനമാണ്. എന്തോ ചെടി. അടുത്ത് എനിക്ക് പോകാൻ ഒട്ടും ധൈര്യമില്ല. കുറേ ചെടികളൊക്കെ ഇത്തിരി ഡേഞ്ചറസ് ചെടികളാണ്. എൻ്റെ മനസ്സിലെല്ലാം എനിക്ക് നല്ല ഓർമ്മകളുണ്ട്. സോ അതുകൊണ്ടാണ്. സോ ഇത് ഒരു പൈനാപ്പിൾ ചെടിയാണ്. ഇത് ഈ ഉണങ്ങി കിടക്കുന്ന ഒരു പൈനാപ്പിൾ. ഇത് കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു പൈനാപ്പിൾ. സോ ഗൈസ് എൻ്റെ ഫേവറേറ്റ് കളർ ബേബി പിങ്ക്. യെസ്, ഒന്നെങ്കിലും ഈ വീട്ടിൽ ബേബി പിങ്ക് ഉണ്ടെങ്കിൽ അതാണ് ഗൈസ് എൻ്റെ ഫേവറേറ്റ് ചെടി. ഇതായിരുന്നു ഞാൻ പണ്ടൊക്കെ. ഗൈസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെയൊക്കെ ചെടിയായിരുന്നു. ഇങ്ങനെ തോരി ഇങ്ങനെ കിടക്കുമായിരുന്നു ഗൈസ്. അത്ര ക്യൂട്ടായിരുന്നു അത് കാണാൻ തന്നെ. പക്ഷേ അതൊക്കെ പോയി ഗൈസ്. അതൊക്കെ നമ്മൾ എത്ര കട്ട് ചെയ്താലും മാറില്ല. അത്ര ഇപ്പോഴും അത് വളർന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ബാക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വളർച്ചയായിരിക്കും ചെടികളൊക്കെ. ഗൈസ് കാണാൻ പറ്റും നിങ്ങൾക്ക്. കത്തിക്കണ പോർഷനാണ്. ഞങ്ങൾ അവിടെയാണ് ഞങ്ങളുടെ ആവശ്യമുള്ള വേസ്റ്റൊക്കെ കത്തിക്കുക. വേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കത്തിക്കുക. ശരി ഗൈസ്, പുറത്ത് മഴയുള്ളതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് പോകാനൊന്നും എനിക്ക് പറ്റില്ല ഇപ്പോൾ. സോ ഇവിടെ ഞങ്ങളുടെ ഷൂ സ്റ്റാൻഡാണിത്. എൻ്റെ ഫേവറേറ്റ് വീടാണ് ഇത്. കാരണം ഈ സാധനം എന്താണെന്ന് പോലും എനിക്കറിയില്ല സത്യമായിട്ടും. ഓക്കെ, ഇത് എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഇല്ല ഗൈസ്, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ അച്ഛൻ പറയുകയാണ് മൊബൈലിൽ ചാർജ് കളയുന്നു. അത്ര നേരത്തെ വീഡിയോ ആണ് ഞാൻ പറഞ്ഞല്ലോ ഗൈസ്. അപ്പോൾ നിങ്ങളടുത്ത് ഞാൻ ചെയ്യുകയാണെങ്കിൽ സ്നാക്സും ഒരു ഡ്രിങ്കും പിടിച്ചുകൊണ്ടിരുന്നോളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും കേട്ടോ. ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചയൂണ് പിടിച്ചുകൊണ്ടിരുന്നുള്ളൂ ഗൈസ്. അപ്പോൾ ഇങ്ങനൊന്ന് ചെയ്യണം. എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളെ വീട്. ഈ ഒരു നെറ്റ് ഉണ്ട്, ഇത് മോസ്കിറ്റോ നെറ്റാണ്. അപ്പോൾ പിന്നെയുള്ളത് അതവിടെ 2 ക്യാമറയുണ്ട്. പിന്നെ അതുകൊണ്ട് അപ്പോൾ ഗൈസ് ഐ മിസ് ദിസ് ഏരിയ സോ മച്ച്. ഐ ഡോണ്ട് നോ വൈ. എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഏരിയ.
ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. സോ ഗൈസ് നിങ്ങൾക്ക് ഒറ്റ മിനിറ്റ് ഞാനന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ഗൈസ് അവിടെ ഒരു വീട് എന്തോ കിട്ടിയിട്ട് വീടല്ല എന്തോ ആണ്. ഞാൻ നിങ്ങൾക്കൊരു അത്താ ഗൈസ് എൻ്റെ അച്ഛൻ കയറ്റി നിരങ്ങിയത് എൻ്റെ അമ്മയുടെ പണ്ടത്തെ ചെരുപ്പിലാണ്. പോയി എൻ്റെ അമ്മയുടെ കാര്യം തരും, അച്ഛൻ്റെ കാര്യം തരും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഞാൻ എന്നെ കാണിച്ചു തരാൻ നിൽക്കുക. It's signing off Shreya guys. Bye bye. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബെല്ലൈക്ക് കിണി 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 അടിക്കണം ഗൈസ്. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ബെല്ലൈക്ക് കിണി അടിക്കണം. ഞാൻ പറഞ്ഞ മാതിരി സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനടുത്തോ ആരെടുത്തെങ്കിലും അത് ചെയ്തു തരാൻ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല ഗൈസ്. ഓക്കെ ഗൈസ്, ഇറ്റ്സ് സൈനിങ് ഓഫ് ശ്രേയ. ബൈ ബൈ. എല്ലാവരും SS കുഞ്ചൂസ് വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യണം. പറഞ്ഞ എല്ലാം കേട്ടല്ലോ അല്ലേ? ഓക്കെ ഗൈസ്, ഇറ്റ്സ് സൈനിങ് ഓഫ് ശ്രേയ. ബൈ ബൈ.